അല്പം നേരത്തെ നമുക്ക് ചിന്തിക്കാം. അല്പ നേരത്തെ ചിന്തയ്ക്കായിട്ട് എടുത്ത യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യം. 6:27 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാ. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ നമ്മൾ വാഞ്ചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് കർത്താവായി നമുക്ക് അതിന്റെ പശ്ചാത്തലം എല്ലാം നമുക്കറിയാം. അവിടെ കർത്താവിന്റെ പുറകിൽ ഓടി വന്നിട്ട് അതിന്റെ ഒത്തിരി അത്ഭുതമൊക്കെ 5.2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അപ്പോഴത്തേന് അവർക്ക് ജനത്തിനെല്ലാം പിടികിട്ടി കർത്താവ് പിന്നെ ഇത് കൊച്ചാളൊന്നുമല്ല. ഒരു അത്ഭുതം കണ്ടപ്പോഴത്തേന് പിന്നെ ഇനി ആ കർത്താവിനെ വിടാതെ ഇനി വീട്ടിൽ ഒന്നും ഒരു ജോലിയും ചെയ്യണ്ട, ഇനി ഈ കർത്താവ് മതിയല്ല, എല്ലാത്തിനും മതിയല്ല, ഇനി വീട്ടിലെ ഒരു കാര്യവും നമ്മൾ അങ്ങനെ അതുപോലെ കർത്താവ് ഒറ്റ കാര്യം പറയുന്നു: നിങ്ങൾ വന്ന കർത്താവിന് ഉള്ളത്തിന്റെ നിരൂപണങ്ങളെ പോലും അറിയാം. ഇവരെന്തുകൊണ്ടായി ഓടി വന്നതെന്നും തന്നോടുള്ള സ്നേഹം കൊണ്ടാണോ? അന്നേരം കർത്താവോട് പറയുന്നു, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, എന്നേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ വാഞ്ചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് അവിടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. അല്ലില്ല. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 5-6 വാക്യങ്ങളോട് നമുക്കൊന്ന് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 5-6 വാക്യങ്ങള് സിസ്റ്റർ വായിച്ചു, അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. ഞാൻ വായിച്ചോളാമേ. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെ ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം, അതെങ്കിലും ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും എന്ന് അവനോട് പറഞ്ഞു. ഒറ്റ കണ്ടീഷൻ അവൻ പറഞ്ഞ്, ഇതെല്ലാം ഞാൻ അങ്ങ് നിനക്ക് തന്നേക്കാം, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി. നമുക്കറിയാം, ആകാശവും ഭൂമിയും സമുദ്രവും എല്ലാം നമ്മുടെ ദൈവം ഉണ്ടാക്കിയതാ. എന്തൊരു ഗഡ്സാ വിളിച്ചു പറയാനില്ലേ? എന്ത് ഗഡ്സാ ഈ പിശാചിന് കർത്താവിനോട് നിന്ന് പറയുക, ഇതെല്ലാം എന്നെ ലയിപ്പിച്ചേക്കുവാ, നീ ഒന്ന് നമസ്കരിച്ചാ മതിയെന്ന്. നമുക്കറിയാം ഇതെങ്ങനാ ഇവർ ഈ അവകാശവാദം പറയുന്നത്. നമുക്കറിയാം ഉൽപ്പത്തിയില് നമുക്കറിയാം കർത്താവ് ആദാമിനെ ഒക്കെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, ഇതിന്മേൽ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാ? ഇതിന്മേൽ വാഴാൻ വേണ്ടിയാണ്, ഭൂമിമേൽ വാഴുന്നതിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. പക്ഷെ ഈ വാഴ്ച എങ്ങനെ തന്ത്രപൂർവ്വം അവൻ പിടിച്ചെടുത്തു നമുക്കറിയാം. അനുസരണക്കേട് വന്നപ്പോഴത്തേന് ആ വാഴ്ച അവൻ പിടിച്ചെടുത്തു. പക്ഷെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വന്നോണെ അവന് നമുക്കറിയാം, കർത്താവിൽ നിന്ന് അകറ്റിയ മനുഷ്യനെ ഓരോരുത്തരെ ആയിട്ട് കർത്താവ് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് അതാ പറഞ്ഞെ, മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നെന്ന്. പക്ഷേ നമ്മുടെ കർത്താവിനും വരുന്നുണ്ട്. എന്നാ കർത്താവിന്റെ രാജ്യത്വം ഈ ഭൂമിയുടെ ലോകരാജ്യത്വം എന്നാ ഏറ്റെടുക്കുന്നത്? വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് 11-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. 11-ന്റെ 15-ാം വാക്യത്തിൽ കാണും. ഈ ഭൂലോകത്തിന്റെ രാജ്യത്വം ഏറ്റെടുക്കുന്ന എന്നാന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 15-ാം വാക്യത്തില് അത് പറഞ്ഞിട്ടുണ്ട്. അല്ലില്ല, കർത്താവ് അന്നായിരിക്കും ഭൂമിയുടെ. അന്നേരം ഇവന് ഈ ഒരു ഇത് വെച്ചാണ്, അതാണ് കർത്താവ് പറഞ്ഞത്, ഈ ലോകത്തിന്റെ പ്രഭുവിൻ വരുന്നുണ്ട്, അവനോട് എനിക്ക് യാതൊരു കാര്യവുമില്ല എന്ന് കർത്താവ് ശിഷ്യന്മാരോട് തന്റെ ഈ പിടാരോഹത്തിലേക്ക് പോകുന്ന അതിനു മുമ്പ് കർത്താവ് വ്യക്തമായിട്ട് തന്റെ ശിഷ്യന്മാരോട് പറയുകയും ചെയ്യുന്നുണ്ട്. അതും പറയുന്നുണ്ട്. അന്നേരം കർത്താവിന്റെ രാജ്യത്വം നടക്കുന്നതെന്ന് പറഞ്ഞാല് നമുക്കറിയാം വെളിപ്പാടിന്റെ 11-ാം അധ്യായം ആ വേളയിലാണ്. അത് ശരിക്കും അതെന്ന് പറഞ്ഞാല് ഉൽപ്രാവണം കഴിഞ്ഞിട്ട് പീഡനത്തിന്റെ 7 yearsന്റെ മിഡിൽ ഭാഗത്തായിരിക്കും അത് നടക്കുന്നതെന്ന് ഇതിനകത്ത് വേദപണ്ഡിതന്മാര് അതിന്റെ ഇത് കണക്കൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് നമുക്കറിയാം. ഇതിനകത്ത് നമ്മുടെ ഇസ്രയേലിന് പല പ്രാവശ്യം ദൈവം വാണി കൊടുത്തതാ. എന്തുവാ ഇത്? നിങ്ങള് നേരത്തെ മോശ മുഖാന്തരം വാണിയും കൊടുത്തു, നിങ്ങളെ ദൈവത്തെ അനുസരിക്കാതെ പോയി കഴിഞ്ഞാല്, എന്നെ വിട്ട് എന്നെ അറിയാതെ നിങ്ങൾ വിഗ്രഹങ്ങളെ സേവിച്ചെല്ലാം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ വരാൻ പോകുന്നത് എന്നുള്ളത് മോശ മുഖാന്തരം നേരത്തെ തന്നെ ഇവർക്ക് വാണിയും കൊടുത്തു. ഇതെല്ലാം കൊടുത്തിട്ട് ഇവരെ എന്ത് കൊടുത്തു? അവരുടെ വിളിയും തെരഞ്ഞെടുപ്പെന്ന് മറന്നിട്ട് അവര്
വിഗ്രഹം പലപ്പോഴും തങ്ങളുടെ ഇടയിലുള്ള മറ്റേ നേരത്തെ ഉണ്ടായിരുന്ന കൾച്ചറിലേക്ക് മടങ്ങിപ്പോവുകയും അങ്ങനെ അവരുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ വിഗ്രഹങ്ങളെ സേവിക്കുക, അങ്ങനെ പല പല ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോഴത്തേനാണ് ദൈവം പല പ്രാവശ്യം അടി കൊടുത്തണക്കെ 70 years നമുക്കറിയാം ബാബിലോണിലോട്ട് പറഞ്ഞു വിട്ട്. ഇന്നും ഇതുതന്നെയാ കാണുന്നത്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ ഇറങ്ങി, നമ്മൾ ശരിയാ, ഇന്ന് ഈ വിളിയും തെരഞ്ഞെടുപ്പും എല്ലാം കേട്ടിറങ്ങി വന്നവർ പലരും പോലും ഈ ലോകത്തിന്റെ സ്നേഹത്തിലായി പോകുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയായത്. ഹല്ലേലൂയ. നമ്മളൊന്ന് ആലോചിച്ച്, അതാ കർത്താവിനെ ഞാൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ആർക്ക് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലാണ് അത് പറയുന്നത്. അതായത് അതുപോലുള്ള ഒരു കാലത്തിലേക്കാണ്. കാരണം പിശാച് ഓരോരുത്തരെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോന്ന് കാണിച്ച് ഇതെന്റേതാ, നീ ഒന്ന് മുട്ടുകുത്തിയാൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അല്ല പ്രലോഭനങ്ങൾ വരും, പല പ്രലോഭനങ്ങൾ വരും. ഇനിയുള്ള കാലം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒത്തിരി പണമൊന്നും കൊടുത്തില്ലെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഒറ്റ ഒരു കാര്യമാണ്, അവരെ നമ്മുടെ വേർഡ് ഓഫ് ഗോഡിൽ അങ്ങ് ഉറപ്പിച്ചോണം. വേർഡ് ഓഫ് ഗോഡിൽ ഉറപ്പിച്ചോണം. കാരണം എന്ന് വെച്ചാല് ഇതിനകത്ത് ഉറപ്പിച്ചില്ലെങ്കിൽ അവര് പഠിക്കാൻ പോകുമ്പോഴായാലും അവരുടെ കോളേജുകളിലായാലും യൂണിവേഴ്സിറ്റി ആയാലും എവിടെയായാലും ഈ പ്രലോഭനങ്ങൾ അവർ പറയും. ജോലി ചെയ്യുന്ന സ്ഥലത്താണ്, നീ ഇത് ചെയ്താൽ പോരെ, എല്ലാം നിനക്ക് നിന്റെ കൂടെയുള്ളവരെല്ലാം സൈൻ ചെയ്ത് കൊടുക്കുന്നല്ലോ, നീ ഒന്ന് സൈൻ ചെയ്താൽ പോരെ നിനക്ക്, അല്ലെങ്കിൽ നീ അതിനൊന്ന് കൂട്ടി നിന്നാൽ പോരെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഓഫീസിലായാലും നമുക്ക് അതിനെല്ലാം ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ബുദ്ധിപൂർവ്വം നിന്നോണം. നമുക്ക് എന്തുവാ നഷ്ടപ്പെടുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇത് ഈ വഴി വളരെ ഞെരുക്കമായിരിക്കും. ഇത് ഒത്തിരി ഇടുക്കമാണ്. നമുക്ക് ഈ എല്ലാവർക്കും പറ്റുന്നത് എല്ലാവർക്കും കിട്ടത്തില്ല ഇത് ഒരു ഭാഗ്യം. നമ്മൾ അനുദിനത്തിൽ ഓർത്തോണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അത് എന്നും നമ്മൾ ഒത്തിരി ഒന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഈ ഒരു കാര്യം ഓർത്തോണം. ഈ വചനത്തിൽ പറഞ്ഞത് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അതാണ് പ്രോവർബിലും അത് പറഞ്ഞേക്കുന്നത്. ഇത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നമ്മൾ മാറരുത്. ഇത് നമ്മളെ എന്താണ് വേടോ കൂടുതൽ മുറച്ചോണം. ഹല്ലേലൂയ. അവരെ എന്നിട്ട് ഇസ്രയേൽ അവര് പാർത്തിരിക്കുമ്പോൾ തന്നെ കർത്താവ് പിന്നെ അവരോട് അയ്യോഭാവം തോന്നുന്നുണ്ട്. അവര് അയ്യോഭാവം തോന്നി അവരെ മടക്കിക്കൊണ്ട് വരുന്നുണ്ട് അവരോട്. ഹല്ലേലൂയ. അവര് മടക്കിക്കൊണ്ട് നമുക്ക് എസ്രായുടെ പുസ്തകത്തിലൊക്കെ കാണുന്നുണ്ട്. അതിനകത്ത് എസ്രായാണ് അത് നമ്മൾ പറയാം. ദിനവൃത്താന്തം 1-2 എസ്രായും നെഹമ്യായും എഴുതിയത് എസ്രാ തന്നെയാണെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. എസ്രാ എഴുതിയ പുസ്തകങ്ങളാണ് ഒന്ന് ദിനവൃത്താന്തവും 2 ദിനവൃത്താന്തവും. എസ്രായും നെഹമ്യാവും എസ്രാ എഴുതിയതാണെന്നാണ് പറയപ്പെടുന്നത്. ഹല്ലേലൂയ. കാരണം എസ്രാ അതുപോലെ അന്നേരം അന്നും ഇന്നും ഇതുപോലെയാണ്. ഒരു കൂട്ടം ആളുകൾ ബൈബിള് അത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ, ദൈവം ബുദ്ധിമാൻ എന്ന് വിളിച്ച ഒറ്റ ഒരു കൂട്ടരേ ഉള്ളൂ. ദൈവത്തെ അന്വേഷിക്കുന്നവനെ മാത്രമാണ് ദൈവം ബുദ്ധിമാൻ എന്ന് വിളിച്ചത്. അന്നേരം എസ്രാ ഇത് പുസ്തകത്ത് കർത്താവിന്റെ വചനം അന്നുണ്ടായിരിക്കുന്ന ശരിക്കും തോറ ഇതായിരിക്കും. യഹൂദന്മാരുടെ തോറ എന്ന് പറയുന്നത് ആദ്യത്തെ 5 പുസ്തകമാണല്ലോ. അതായത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. അതൊക്കെ നന്നായിട്ട് നമുക്കറിയാം. ആവർത്തനമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആവർത്തനം 28 നമ്മൾ പഠിക്കുന്നതാണെങ്കിൽ നമുക്ക് ഒത്തിരി ആദ്യത്തെ കുറച്ച് വാക്യങ്ങൾ എല്ലാവരും ന്യൂ ഇയറിനൊക്കെ പറയുന്ന വാക്യങ്ങളാ. വാലല്ല തലയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് ഇങ്ങോട്ട് കഴിഞ്ഞുള്ള കണ്ടീഷൻസാ. ദൈവം എല്ലാം ഓരോ വ്യവസ്ഥമേലാ വെച്ചേക്കുന്നത്. ആ വ്യവസ്ഥകളെല്ലാം ഇന്നത് പാലിച്ചാൽ മാത്രമേ നിനക്ക് അനുഗ്രഹം കിട്ടത്തുള്ളൂ എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അന്നേരം അതാരും വായിക്കത്തില്ല. കാരണം അങ്ങോട്ട് പോലും കണ്ണുപോകത്തില്ല. ഈ അനുഗ്രഹങ്ങളെ മാത്രം ഒതുക്കി നിർത്തും. പക്ഷെ ഇപ്പുറത്തെ വായിച്ചിട്ട് വേണം, ഇതൊക്കെ അനുഗ്രഹിക്കുന്നതിന് മാത്രമാണ് ഇതെന്നുള്ള വ്യവസ്ഥ വെച്ചിട്ട്. ദൈവം വ്യവസ്ഥ മേൽ പ്രവർത്തിക്കുന്നവനാ, ഉടമ്പടിയുടെ മേൽ പ്രവർത്തിക്കുന്നവനാ. ഹല്ലേലൂയ. അന്നേരം ആ ഉടമ്പടി തെറ്റിച്ച് അങ്ങനെ അവര് പോയി വിഗ്രഹം നമുക്കറിയാം. ഹുഡിയിൽ നമ്മുടെ അവിടുന്ന് എഹെസ്കേൽ പ്രവചനം നമ്മൾ കാണുന്നുണ്ട്. എഹെസ്കേൽ 36-18 കണ്ട് ദൈവം എഹെസ്കേലിനോട് എന്താ പറയുന്നത്, മക്കൾ രേഖപ്പെടുത്തിയത്. ദൈവം എഹെസ്കേലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ ഇസ്രയേൽ പാർത്തിരുന്നപ്പോൾ അവരുടെ നടപ്പ് കൊണ്ടെല്ലാം കുറ്റം. പിന്നെ ദൈവം അവരുടെ ജനത്തോട് അയ്യോഭാവത്വം തോന്നി. തന്റെ നാമം ജാതികളുടെ ഇടയിൽ തന്റെ നാമം അശുദ്ധരുത്. ജാതികൾ പോലും പറയാൻ തുടങ്ങി, ഈ കൂട്ടർ ആരാന്നറിയാവോ, അവരുടെ ദൈവത്തെ മറന്ന് അനുസരിക്കാതെ വന്ന കൂട്ടരാ. ജാതികളുടെ ഇടയിൽ അവർക്കുള്ള അഡ്രസ് അതായിരുന്നു. എന്തുവാ, ഇവരാരാന്നറിയോ, ഇവര് മഹാദൈവത്തിന്റെ ആളുകളാ. പക്ഷെ അവർ ദൈവത്തെ അനുസരിക്കാൻ നിന്നാണ്. അങ്ങനെ ഒടുവിൽ ദൈവത്തിന് തന്നെ അവരോട് അയ്യോഭാവം, തന്റെ നാമം നിമിത്തം അയ്യോഭാവത്വം തോന്നി ആണ് മടക്കി അവരെ കൊണ്ടുവരുന്നത്. മനസ്സിലായോ? അവരെ അവിടുന്ന് മടക്കിക്കൊണ്ടിരുന്നത്. ഇന്നും കർത്താവിന് നമ്മളോട് അയ്യോഭാവത്വം തോന്നി തന്നെയാ. കാരണം നമ്മളെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് നമ്മളീ പോരായ്മകളൊക്കെ കണ്ടിട്ടും കർത്താവ് അവരെ കൈവിടാതെ
വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് ഞാൻ നമ്മളോട് അയ്യോ പാവത്തും കർത്താവ് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളെ നിലനിർത്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ നിരൂപണങ്ങളെ പോലും ദൂരത്തിരുന്നറിയുന്ന കർത്താവാ. നമ്മൾ പറയുന്നത് തന്നല്ല, നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ പോലും അതാ പറഞ്ഞത്, പക്ഷപാതക്കാരന്റെ സൗഖ്യമാക്കിയപ്പോഴ് കർത്താവായ യേശു ക്രിസ്തു അന്നേരം അവിടെ നിന്നൊരു ഇവനാരാ ദൈവദൂഷണം പറയുന്നത്, പാപമോചനം കൊടുക്കാൻ കഴിവുള്ളവനാരാ ഇത് എന്നൊക്കെ പറയുന്നോണെ എന്തുവാ അവരൊന്നും പറഞ്ഞില്ല, ഹൃദയത്തിൽ ചിന്തിച്ചതേ ഉള്ളൂ. ഉടനെ കർത്താവ് അവരുടെ ഹൃദയത്തിന്റെ ചിന്ത കണ്ടാണ് പറയുന്നത്. അതായത് ഇത് നിങ്ങൾ എന്താ ഹൃദയത്തിൽ ചിന്തിക്കുന്നത്, അവർക്ക് ബോധ്യമാവാൻ വേണ്ടി പറഞ്ഞ് നിന്റെ കിടക്കിയെടുത്ത് വീട്ടിൽ പോകാൻ. അന്നേരം നമ്മുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ പോലും ദൂരത്തു നിന്നറിയുന്ന കർത്താവാ. നമ്മൾ അന്നേരം എപ്പോഴും ഓർത്തോണം, ഹൃദയത്തിൽ ഒരു ഇത് വന്നാലേ ഒണ്ണയം കമന്ന് കിടന്ന് നമ്മൾ ദൈവത്തോട് കർത്താവെ തെറ്റിപ്പോയി ഇനി ഞാൻ ചിന്തിക്കത്തില്ല, നമ്മൾ പറഞ്ഞത് പോട്ടെ, പറയുന്ന നമുക്ക് ഒട്ടും പറ്റത്തില്ല. ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചിന്തിക്കത്തില്ല, വന്നത് ക്ഷമിക്കണമേന്ന് അന്നേരമേ നെക്സ്റ്റ് മൊമെന്റിലേക്ക് മാറ്റി വെക്കരുത്. അന്നേരേ നമ്മുടെ ദൈവത്തോട് അങ്ങ് ക്ഷമ പറഞ്ഞോണം. ദൈവത്തിനതാ സ്വയം ന്യായീകരണം ദൈവത്തിന് ഇഷ്ടമില്ല, ദൈവത്തിന് ഒരിക്കലും സ്വയം നീതീകരണം ഇഷ്ടമില്ല. നമ്മുടെ കർത്താവിനോട് ഉടനെ അങ്ങ് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദൈവം നമ്മുടെ കരുണാമയന, നമ്മുടെ കർത്താവ് ഏത് സമയം നമ്മുടെ ആ കൃപാസനത്തിന് അടുത്തേക്ക് ചെന്നില്ല നമുക്ക് റൈറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ ഏറ്റു പറഞ്ഞാൽ മതി, ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മളെ തീർച്ചയായിട്ടും നമ്മൾ അന്നേരെ അനുദിന ദിവസത്തിൽ ശരിയാക്കും. നമ്മൾ മനുഷ്യ ജീവിതത്തിൽ വരുന്ന നമുക്ക് ഒത്തിരി പോരായ്മ നമ്മുടെ ഒത്തിരി വരും. കാരണം കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇതൊക്കെയും മനുഷ്യനെ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ട്. നമുക്ക് ആദ്യ തൊട്ടേ ഉള്ളതാ കൺമോഹം. അതിനകത്തില്ലയോ പഴം പറിച്ചതിനകത്ത് ഈ 3 അടങ്ങിയിട്ടുണ്ട്. കാണാൻ നല്ലത് ഇല്ലയോ, തിന്മാൻ നല്ലത് ഇല്ലയോ, ജ്ഞാനം പ്രാപിപ്പാന്നല്ല, ഞാൻ അതാ പറയുന്നത്. അത് 3 അതിനകത്തുണ്ട്. ജീവനത്തിന്റെ പ്രതാപമാണ് ജ്ഞാനം പ്രാപിപ്പാൻ നല്ലതെന്ന് പറയുന്നത്. ഇത് മൂന്നും കൊണ്ട് ആ വിശാജാദ്യമേ ഇത് ദിവസം അനുദിന ജീവിതത്തിൽ ഈ പ്രലോഭനം വന്നുകൊണ്ടിരിക്കുക. ഈ 3 കൺമോഹവും ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപവും, ഇത് 3 നമ്മളെ ഓരോ ദിവസവും ഒരു മനുഷ്യനെ ഇങ്ങനെ എപ്പോഴും വരും. പക്ഷെ ഇതിൽ നിന്ന് അകന്ന് ജീവിക്കാൻ എന്തൊക്കെ നമുക്ക് പ്രാപിച്ചവനാ. കാരണം അന്നേരം ഒക്കെ ഓർത്തോണം നമ്മൾ ആരാ, സ്വർഗത്തിലെ നമ്മുടെ സിറ്റിസൺഷിപ്പ് ഇവിടെ എങ്ങുമല്ല, നമ്മുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ്. അത് ഫിലിപ്പിയ ലേഖനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ടല്ലോ. നമ്മുടെ പൗരത്വം ഇവിടെ വല്ല, നമ്മൾ സ്വർഗത്തിലാ നമ്മുടെ പൗരത്വം. അന്നേരം അതാ പറയുന്നത് നമ്മുടെ കർത്തവ്യം. 1 യോഹന്നാൻ 3-ാം അധ്യായം പറയുന്നു, കർത്താവ് വരുന്നുണ്ട്. അന്നേരം എന്തുവാ, നമ്മൾ അവനിരിക്കും പോലെ നമ്മളെ ഇല്ലയോ, ഇല്ലയോ നാം അവനെ കാണും. അന്നേരം ഈ ഒരു ഓർമ്മയുള്ള തന്നെ അനുദിനം നിർമ്മലീകരിച്ച് മുന്നോട്ട് പോകും. അതുകൊണ്ട് അനുദിനം നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അനുദിനം നമ്മൾ തന്നെ കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോവാനിടയാവണം. ഹല്ലേലൂയ. പിന്നെ തന്റെ കൂടെ ഇരിക്കുന്നവരെ ഒരു നാളും നമുക്ക് ലജ്ജിച്ചു പോകാൻ അനുവദിക്കത്തില്ല. തന്റെ കൂടെ നിൽക്കുന്നവരെ ഒരു നാളും കർത്താവ് ലജ്ജിച്ചു പോകാൻ അനുവദിക്കത്തില്ല. പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും നമ്മുടെ കർത്താവ് അങ്ങനെയാ. നമുക്കറിയാം യിരെമ്യാ പ്രവാചകൻ ഇല്ലയോ, യിരെമ്യാ പ്രവാചകൻ എത്ര കർത്താവിന് വേണ്ടി എത്ര ത്യാഗം അനുഭവിച്ച വ്യക്തിയാ, എന്ന്. ഒടുവില് നമുക്കറിയാം നെബൂഖദ്നേസറിന്റെ ആളുകൾ വന്നപ്പം നെബൂഖദ്നേസർ തന്നെ തന്റെ സേനാനായകൻ സേനാനായകനോട് പറഞ്ഞു, യിരെമ്യാ പ്രവാചകനെ വിളിച്ചിട്ട് നീ പറയണം, നിനക്ക് ഇഷ്ടമുള്ളിടത്ത് അവന് വേണ്ടത് ചോദിക്കുന്നതെല്ലാം കൊടുത്തേക്കണം, നിനക്ക് ഇഷ്ടമുള്ളിടത്ത്. ആരാ യിരെമ്യാനെ നെബൂഖദ്നേസറിന് എങ്ങനെ അറിയാം? പക്ഷെ ആരാ കൽപ്പിച്ചത്? നമ്മുടെ ദൈവം കൽപ്പിച്ചിരുന്നു. അന്നേരം ഓരോ ദൈവത്തിനെ കുറിച്ചും ദൈവത്തിന് എത്ര കരുതലാ. മറ്റുള്ളവരെ സിദെക്കീയാവിനെയൊക്കെ നമുക്കറിയാം, കണ്ണും പൊട്ടിച്ച് എല്ലാം പിടിച്ചുകൊണ്ട് പോയി. സിദെക്കീയാവ് എന്ന് പറഞ്ഞാൽ യഹൂദായുടെ അവസാനത്തെ രാജാവായിരുന്നു ഇല്ലയോ. ദൈവം ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, നീ നെബൂഖദ്നേസറിന്റെ ആളുകൾ വരുന്നോടെ ഒളിച്ചോടാതിരുന്നാ മതി, നീ അങ്ങ് കീഴടങ്ങി കൊടുത്താ മതി, നീ അങ്ങ് ഇറങ്ങി ചെന്നാ മതി, ഒരു കുഴപ്പവും വരത്തില്ലെന്നോ. ദൈവം അവസാന മൊമെന്റിലും എന്താ ഒരു പോംവഴി പറഞ്ഞു കൊടുത്തു, അതുപോലും അനുസരിച്ചില്ല. അതിന്റെ തിക്താനുഭവം അദ്ദേഹം അനുഭവിച്ചു. എന്തുവാ, തന്റെ മക്കളെ പിടിച്ചു കൊന്നു, അദ്ദേഹത്തെ കണ്ടും പൊട്ടി ജങ്ങലയിട്ട് ബാബേലിൽ കൊണ്ടുപോകേണ്ടി വന്നു. അങ്ങനെ അത് അനുസരണം. പക്ഷെ ഇതെല്ലാം നേരത്തെ മുന്നമേ അരിച്ച പ്രവാചകനായ യിരെമ്യാവിനെ ദൈവം അവിടെയും പ്രൊട്ടക്ട് ചെയ്യുക. തന്റെ വിശ്വസ്തരായ തന്റെ മക്കളെ അന്നും ഇന്നും ദൈവം പൊരിക്കും. ശരിയാ, ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നെന്നിരിക്കും, പ്രതികൂലങ്ങൾ വന്നെന്നിരിക്കും. പക്ഷെ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം ഒരിക്കലും ലജ്ജിച്ചു പോകാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, നമ്മുടെ കർത്താവ് തന്റെ കൂടെ നിൽക്കുന്നവരെ അറിയുന്നു. കർത്താവ് നമ്മളോട് ഇന്ന് പറയുന്നത്, നിങ്ങൾ ദിവസവും നമ്മൾ ആകുലപ്പെടണ്ട, എന്ത് തിന്നും എന്ത് കുടിക്കും നമ്മൾ ആകുലപ്പെടണ്ട. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ട തരാൻ ശക്തനാ. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചെയ്തേണ്ടത്
പ്രധാനമായിട്ടുള്ളത് കൊടുക്കേണ്ടത്. അത് ദിവസം നമ്മൾ അവരെ വചനത്തിൽ വേരർപ്പിച്ചോണം. അതുപോലുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം, കേൾക്കുന്ന സംഭവങ്ങളൊന്നും ആശ്വാസപ്രദമല്ല. കോഴിക്കോട്ടായാലും തിരുവനന്തപുരത്തായാലും എവിടൊക്കെയാ ഇത്, ഇപ്പൊ എറണാകുളം, ഇവിടൊക്കെ എന്തോ നമുക്ക് പറയാം, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പോലെ 15 വയസ്സുള്ള പിള്ളേരും, എത്ര വയസ്സുള്ള പിള്ളേരാ കാണിക്കുന്നത്. ഇവരിച്ചിരി കഴിഞ്ഞിട്ടാ പിന്നെ 2 ദിവസം ജയിലിൽ പിടിച്ചു കിട്ടുന്നുണ്ട് സുബോധം വരും. ഇതൊന്നും അവരുടെ ഇച്ചിരി എന്താ ഒരു കാട്ടുകുട്ടിയെന്ന് പിന്നാണ് അവർക്ക് ബോധം വരുത്തുന്നത്. അത് കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു കടന്ന് അവൻ കരയുന്നു, അവന്റെ അമ്മയും കുഞ്ഞു പെങ്ങന്മാരെയും അവനാണോ ചെയ്ത്, അതുപോലെ അങ്ങനത്തെ ബോധം വരുന്നത് തന്നെ. അത് അല്ലെങ്കിൽ അതുപോലെ പിശാച് ഒത്തിരി കുഞ്ഞുങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വചനത്തിൽ വേറെ, നശിച്ചു പോകുന്ന ആഹാരത്തിന്റെ, ഇവർ നശിച്ചു പോകുന്ന 70 വർഷം കൊണ്ടോ 80 വർഷം കൊണ്ടോ നമ്മുടെ ഈ ലോകത്തിലെ ആയുസ് കഴിയും. എല്ലാവർക്കും അറിയാം, ഇവിടെ നമ്മൾ ആരും സ്ഥിരമായി വസിക്കത്തില്ല. ഹല്ലേലൂയ. നമുക്ക് ഇതിനകത്ത് യെശയ്യാ പ്രവചനത്തിൽ ഒരു വചനമുണ്ട്, എന്താ, വസ്തുവിനോട് വസ്തു ചേർക്കുന്നവർക്ക് അയ്യോ കഷ്ടം. അല്ലെങ്കിൽ ഓരോരുത്തരുടെ ചിന്ത, അത് മേടിക്കണം, അല്ല ആ വസ്തു കൂടെ മേടിക്കണം, അതുകൂടെ വെട്ടിപ്പിടിക്കണം, അല്ലെങ്കിൽ അവന്റെ അതിലൂടെ ഇച്ചിരി മാന്തി എടുക്കണം. അതാണ് അവർ നേരം വിളിക്കുന്നോണെ, ഇതാണ് അവരുടെ ചിന്ത. ഈ ലോകത്തിലെ കുറച്ച് വാരിയെടുക്കണമെന്ന് മാത്രമാണ് ചിന്ത. പക്ഷേ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്റെ ഇന്ന് എത്ര ആത്മാക്കളോട്, ഇന്ന് എനിക്ക് എത്ര പേരോട് സുവിശേഷം പറയാൻ പറ്റും, ഇന്ന് എനിക്ക് എത്ര പേരെ ആ നരകത്തിൽ പോകുന്നതിനെ പിടിച്ചെടുക്കാൻ പറ്റും. അതായിരിക്കും അവന്റെ ഡയറിയിൽ അവൻ അതിനെക്കുറിച്ചായിരിക്കും എഴുതി വെക്കുന്നത്. മറ്റവൻ അതല്ല. അയ്യോ അവന്റെ കയ്യിരിക്കുന്ന ആ മുദ്ര പേപ്പർ അതുകൂടെ എങ്ങനെ കിട്ടാൻ പറ്റും, ആ വസ്തുവിന്റെയും കൂടെ കയ്യിൽ ആധാരം ഇങ്ങനെ കിട്ടണം, അതായിരിക്കും അവന്റെ ലക്ഷ്യം. ഹല്ലേലൂയ. അതെ, മണ്ണെ പ്രതി മാണിക്യം ഇടിയുന്നവരാകരുത് നമ്മളെപ്പോഴും കണിക്കുക. ഞാൻ എന്റെ അനുഭവത്തിൽ ഞാൻ പറയാം, ഞാൻ അതും കട്ട് ചെയ്തേക്കണം, നെറ്റാത്തന്മാരത് ഞാൻ പറയാം. എനിക്കറിയാം, ഞങ്ങളുടെ അടുത്ത വീട്ടില് എനിക്കെന്നും വിഷമമാണ്. കാരണം ചിലപ്പോൾ നമുക്ക് ഇടയ്ക്കുള്ളത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, നെറ്റിൽ വരും. അതുകൊണ്ട് സഹായത്തിന് എപ്പോഴും ആളിനെ കിട്ടിയെന്ന് വരത്തില്ല. എന്നിട്ട് ചിലപ്പോൾ നമ്മൾ ഒന്ന് തൂത്തിട്ട് വരുന്നവരായിരിക്കും മറ്റവരുടെ മരത്തിനകത്തെ കരിയിലെല്ലാം താഴോട്ട് വരുന്നത്, എല്ലാം താഴെ വീണുക്കുന്നത്. അന്നേരം എനിക്ക് കർത്താവേ, എന്നിട്ട് എനിക്ക് അവരോട് എങ്ങനെയെങ്കിലും അവരോടൊന്ന് പറയണം, ആ മരം എല്ലാം വെട്ടിക്കളഞ്ഞ. നമ്മളെപ്പോഴും നമ്മള് പറഞ്ഞു പോകും. കാരണം ഒന്ന് എല്ലാം വൃത്തിയാക്കിയിടുന്നതായിരിക്കും മരത്തിന്റെ എല്ലാം വീഴുന്നത് എന്ന്. പക്ഷെ പെട്ടെന്ന് നമ്മുടെ മനസ്സിനകത്ത് ദൈവം ഇത് കൊണ്ടുതരും. മണ്ണെ പ്രതി മാണിക്യം വെടിയെന്ന് പറയും. കരിയില കിടന്നല്ല, അതൊന്നും അല്ല പ്രധാനം. കരിയില കിടക്കുന്നു, അതങ്ങ് ഇച്ചിരി, അല്ലെങ്കിൽ നിനക്ക് ഇത് പറ്റുന്നോണേ, അല്ലെങ്കിൽ നിനക്ക് പറ്റത്തില്ലെങ്കിൽ നീ അന്യഭാഷയെ സ്തുതിച്ചോണ്ട് അങ്ങ് തൂത്തേക്കണം. അല്ലേ, അത് നമുക്ക് അന്യഭാഷയിൽ അങ്ങ് പ്രാർത്ഥിച്ചോണ്ട് അങ്ങ് സൂചിക്കണം. ദൈവമല്ലേ നമുക്ക്. നീ ഒറ്റക്കാരുണ്ട്, ദൈവമേ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചളക്ക് ആരോഗ്യം തന്നെന്ന് പറഞ്ഞാൽ, ദൈവം ആരോഗ്യം തന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ദൈവം ആരോഗ്യം തന്നു കഴിഞ്ഞാൽ, എത്രയോ പേര് ബെഡേന്ന് എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്നോടെയാണ് നമുക്ക് ഓടി നടക്കാൻ ദൈവം ആരോഗ്യം തരുന്നത്. ദൈവം ആരോഗ്യം തരുന്നത്. അന്നേരം ദൈവത്തെ അത് അവരങ്ങനെ ചെയ്യുന്നല്ലോ, അയ്യോ അത് നമ്മൾ അതിനെപ്പറ്റി നമ്മൾ വറീഡാകണ്ട. നമ്മൾ ദൈവസന്ധി അങ്ങ് എന്ന് വെച്ച് ദൈവ സന്തോഷം. അതുകൊണ്ടാണ് തടവറയിൽ കിടന്നും പൗലോസപ്പോസ്തലൻ പറഞ്ഞേ, സന്തോഷിപ്പീൻ. അല്ലെങ്കിൽ പറയാം, കർത്താവേ ഞാൻ ഇത്രയൊക്കെ ഓടിയല്ലോ, എന്നിട്ട് എനിക്ക് തടവറയാണോ? ഞാൻ എത്ര ആളുകളോട് സുവിശേഷം പറഞ്ഞു, എത്ര പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, എത്ര പേർക്ക് ഞാൻ എന്തെല്ലാം ആപത്തുകൾ കൂടെ, എന്നിട്ട് നിനക്ക് കണ്ണു കാണാൻ വയ്യായോ? അന്നേരവും പറയുകയാണ് ഹല്ലേലൂയ എന്ന്, സന്തോഷിപ്പീൻ ഹല്ലേലൂയ. ഒന്ന് ആലോചിക്കാം അവരെ. അന്നേരം നമ്മളൊക്കെ ആ നിലവാരത്തിൽ ഒന്ന് വരാന് നമുക്ക് ആ ഒരു കാഴ്ചപ്പാട്. എന്തുകൊണ്ട് ആ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ, കർത്താവ് അതാ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നു, എന്റെ നാമനിമിത്തം നിങ്ങൾ ഇതൊക്കെയും ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരുന്നോണെ നിങ്ങൾ സന്തോഷിച്ചങ്ങ് ഉല്ലസിച്ചോ. എന്തുവാ, സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതാ. അല്ലേ, അന്നേരം നമ്മളെപ്പോഴും അതെ, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ, കൊലോസ്യ ലേഖനം 3-ാമത്തെ, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കാൻ നമ്മളോട് കൊലോസ്യ ലേഖനം 3-ാമത്തെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നു. അതെ, നമുക്ക് ഈ നാളുകളിൽ നമ്മുടെ ഈ ലോകത്തിലെ ഈ ലോകത്തിലെ ഒന്നുമല്ല, നമ്മുടെ അതെ, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, എന്നേക്കും നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ വാഞ്ചിക്കാനും പ്രവർത്തിക്കുവാൻ തക്കണം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു സിസ്റ്റർ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം ഹല്ലേലൂയ തന്നെ. ഇന്നലെ രാത്രി എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എറണാകുളത്ത് ഇന്നലെ സംഭവിച്ചത്, 12 വയസ്സുള്ള കൊച്ച് മറ്റെന്താ മയക്കുമരുന്നിന്റെ ADMK ഉണ്ടോന്ന സാധനം അത് കഴിച്ചിട്ട് അവന്റെ 10 വയസ്സുള്ള സഹോദരിക്കും കൂടെ കൊടുത്തു. ഹല്ലേലൂയ. അപ്പം കാലം പൊയ്ക്കൊണ്ട് അവൻ അങ്ങനെയാ പൈസ എടുത്തത്. അവന്റെ അപ്പൻ പൈസ ലോക്കറിൽ വെക്കുന്നത് നോക്കിയിട്ട് അവിടെ എന്തോ ഒരു പേന എന്തോ വെച്ച് റെക്കോർഡ് ചെയ്ത്
അതിന് 3 ലക്ഷം രൂപ അതിന് അടിച്ചു മാറ്റിയിട്ടാണ് അവന് സാധനം വാങ്ങിയത്. 12 വയസ്സിലെ കുഞ്ഞാന്ന് ആലോചിക്കണം. 12 വയസ്സിലൊക്കെ നമുക്കൊക്കെ നമ്മുടെയൊക്കെ പ്രായത്തിൽ നമുക്കൊക്കെ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ എന്താണ് ഏതാണെന്ന് പോലും അറിയാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ. പക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങള് ഇത്രത്തോളം വഴിതെറ്റിപ്പോകുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വചനമുണ്ട്. അത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം പറയുന്നു, നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കുകയില്ല താനും, കണ്ണാൽ കാണും ദർശിക്കുകയില്ല താനും. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണ് അടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെ തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കി ഇരിക്കേണ്ടത് തന്നെ എന്ന് യെശയ്യാവ് പറഞ്ഞു പ്രവചനത്തിന് അവരിൽ നിവർത്തി വരുന്നു. ഹല്ലേലൂയ. അപ്പൊ യേശു കർത്താവ് പറയുന്നത്, കാരണം ഇന്ന് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ വചനം കേട്ടിട്ടും പലരും അത് ഗ്രഹിക്കുന്നില്ല, പലരും അത് മനസ്സിലാക്കുന്നില്ല. ഹാലേലി. അവിടെ താഴോട്ട് വിതക്കാരന്റെ ഉപമയെക്കുറിച്ച് കർത്താവ് പറയുന്നു. ഹാലേലി. അതുപോലെ വിത്ത് വിതച്ചിട്ടും വചനം പറഞ്ഞിട്ടും ദൈവത്തിന്റെ വചനം മാത്രം ആർക്കും വേണ്ട. ഹാലേലി. അത് കേൾക്കുവാനോ ഗ്രഹിക്കുവാനോ പഠിപ്പിക്കുവാനോ തയ്യാറാകുന്ന സാറാമസ്റ്ററുടെ പറഞ്ഞു തുടങ്ങിയപ്പോ പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വചനം പറഞ്ഞു കൊടുക്കണം. ഒരു വചനം അകത്തുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യും മുമ്പ് വചനം അവരോട് ഇടപെടും. അവര് പോകുന്നിടത്തെല്ലാം പേരൻസിന് കൂടെ പോകാൻ പറ്റത്തില്ല. അവര് സ്കൂളിൽ പോകുന്നുണ്ട്, ഇന്നത്തെ കുഞ്ഞുങ്ങൾ ട്യൂഷന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോയി പഠിക്കുന്നുണ്ട്. അവരുടെ പേരൻസിന് എപ്പോഴും പുറകെ നടക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് വചനം കൊടുത്തു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ആ വചനം ക്രിയ ചെയ്യും. അവർ തെറ്റിലേക്ക് കൈ നീട്ടുമ്പോൾ മറ്റുള്ളവർ വന്ന് പ്രലോഭിപ്പിക്കുമ്പോൾ, മറ്റു ഏതെങ്കിലും പെടുത്തുവാൻ നോക്കുമ്പോൾ നമ്മൾ ഉപദേശിക്കുന്നതിനെക്കാട്ടി നന്നായിട്ട് ദൈവത്തിന്റെ വചനം അവർ ഉപദേശിക്കാൻ തുടങ്ങും. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാവണമെന്ന് എനിക്കറിയത്തില്ല. ഹാലേലിയ. അത് ഇന്ന് നമ്മൾ ഈ വിശ്വാസികളുടെ കുടുംബത്തിൽ ഒക്കെയും ഇത് സംഭവിക്കുന്നുണ്ട്. ഇന്ന് പറഞ്ഞ പോലെ ജനത്തിന്റെ ചിന്ത പലവിധ ചിന്തകളാൽ ജനം അവര് തന്നെ ഉപജീവനത്തെ കുറിച്ച് ഓർത്തിട്ട്, ജീവനത്തിന്റെ പ്രതാപത്തെ കുറിച്ച് ഓർത്ത്, പലവിധം വിഷയങ്ങൾ മോഹങ്ങളെ കുറിച്ച് ഓർത്തും ഒക്കെ ജനത്തിന്റെ ഉള്ളിൽ പോലും ദൈവത്തിന്റെ വചനം ആഴത്തിൽ നിൽക്കുന്നില്ല. കർത്താവ് യേശുക്രിസ്തു ഈ വാക്യം പറഞ്ഞ ശേഷം താഴോട്ട് പറയുന്നത്, വിതക്കാരൻ വിതയ്ക്കാൻ പോയ വിത്തിനെ ഒരുത്തൻ രാജ്യത്തിന്റെ വചനം ഗ്രഹിക്കാൻ ഞാൻ ദുഷ്ടൻ വന്നവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. അപ്പൊ നമ്മൾ വചനം കേൾക്കുന്നുണ്ട്, ഒരുപാട് കേൾക്കുന്നുണ്ട്. പക്ഷേല് അത് യെശയ്യാ പറഞ്ഞതുപോലെ അത് ഗ്രഹിക്കുന്നില്ല. ഹൃദയം എന്തുകൊണ്ട് ഗ്രഹിക്കാത്ത? ഹൃദയം തടിച്ചിരിക്കുക. കാരണം ഹൃദയത്തിൽ പലവിധ കാര്യങ്ങൾ കയറിയിട്ട് അങ്ങോട്ട് എന്ത് ചെന്നാലും അത് ഉള്ളിലേക്ക് കയറാൻ കഴിയാതെ വണ്ണം അത് തടിച്ചല്ലെങ്കിൽ അതിന്റെ ഹൃദയത്തിന്റെ വാതിലുകൾ തുറക്കുന്നില്ല വേണ്ടുന്ന പോലെ. എത്രയൊക്കെ ദൈവം ദൈവത്തിന്റെ വചനം ഇത്രത്തോളം എല്ലാ കാര്യങ്ങൾ പറയുമ്പോഴും പ്രവാചക പുസ്തകങ്ങളിലൂടെ പ്രവചിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോഴും ഇന്നും ഹൃദയം തുറക്കാൻ ഇഷ്ടമില്ലാത്ത കുറുക്കു വഴികൾ അന്വേഷിക്കുന്നവരാ കൂടുതൽ നമ്മുടെ ചുറ്റുപാടും കാണുന്നത്. പെട്ടെന്ന് പോയിട്ട് പ്രാർത്ഥിച്ചെന്തെങ്കിലും കാര്യം സാധിക്കുന്നിടത്തേക്ക് ആൾക്കാരെ തിക്കും തിരക്ക്. കാരണം എന്താ? അവരാഗ്രഹിക്കുന്ന ഈ ലോകത്തിലെ കാര്യങ്ങൾ. ഈ ലോകത്തിന് അപ്പുറം, ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്ന് പലരും അത് മനസ്സിലാക്കുന്നുമില്ല, കേൾക്കാൻ പോലും താല്പര്യം കാണുക. അവർ പറയുന്ന ഭൂമി നമുക്ക് ജീവിക്കാൻ തന്ന അവസരം ദൈവം നമുക്ക് എല്ലാ ഇവിടെയുള്ള സകലതും അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കാനുള്ളവരാണെന്ന് പറയുന്നത്. അങ്ങനെ പറയുന്നവരുടെ തലമുറ തെറ്റിപ്പോകുമ്പോൾ അവരെ നിലവിളിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്ക് ഞാൻ എപ്പോഴും പറയാം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, മാതാപിതാക്കന്മാരെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതായാലും തീയതായാലും നമ്മളെ കൊണ്ടങ്ങ് അവസാനിക്കുമായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇഷ്ടമുള്ളവണൊക്കെ ജീവിക്കാമായിരുന്നു. പക്ഷേങ്കിൽ നമ്മുടെ തലമുറകളിലേക്ക് പകരപ്പെടുന്ന അനുഗ്രഹമായിട്ട് ശാപമായിട്ടും അത് അവരുടെ ജീവിതത്തിലേക്ക് അത് പകരപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരെ ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിക്കാതെ, കയറിയേണ്ട സമയത്ത് കയറിയാതെ, അവർക്ക് ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കാതെ, അവർ ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിക്കാതെ, നമ്മൾ പറയല്ലോ മലയാളത്തിന്റെ നമ്മളൊരു നാടൻ ഭാഷ പറയാം, കയറ് ഊരി വിട്ടിട്ട് പിന്നീട് കരഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം പല പോലീസ് ഓഫീസേഴ്സിന്റെ വീഡിയോസ് യൂട്യൂബിൽ എപ്പോഴും വരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വരുമ്പോൾ അവരുടെ ബാഗ് നിങ്ങൾ പരിശോധിക്കണം.
നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവരോട് സംസാരിക്കണം. അവരുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് അറിയണം, അവരെവിടെ പോകുന്നതെന്ന് അറിയണം, ആരോടൊക്കെ ചങ്ങാത്തം കൂടുന്നത് അറിയണം. ഹാലലുയ. ഇത് അറിയാണ്ട് നമുക്ക് അതിനൊന്നും ഇന്ന് സമയമില്ല. ഹാലലുയ. പേരൻസിനൊക്കെ എപ്പോഴും തിരക്കാണ്, ജോലിയാണ്, പിന്നെ വീട്ടിലെ കാര്യങ്ങള്, പിന്നെ ബാക്കിയുള്ള സമയം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഹാലലുയ അവസാനം കുഞ്ഞുങ്ങൾ പലയിടത്തേക്ക് പോകുമ്പോൾ ഹാലലുയ അവിടെ നമ്മൾ വേവലാതിപ്പെട്ടിട്ടോ ഭയപ്പെട്ടിട്ടോ കാര്യമില്ല. ഇന്ന് ചെറിയ പെൺകുട്ടികൾ തുടങ്ങി ഹാലലുയ ചെറിയ കുഞ്ഞ് 12 വയസ്സിലെ കുഞ്ഞെന്ന് പറയുമ്പോൾ എത്രയുണ്ട് അതിന്? മാക്സിമം പോയിക്ക് 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞായിരിക്കും അല്ലേ 12 വയസ്സൊരു കുഞ്ഞെന്ന് പറയുമ്പോൾ. അതിൽ കൂടുതൽ പോകില്ലല്ലോ. ആ കുഞ്ഞ് മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്നും അത് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പന്റെ ലോക്കറുന്ന പൈസ ഉപയോഗിച്ച് അല്ലെ കള്ളത്തരം കാണിച്ച് അത് അടിച്ച് മാറ്റിയെന്ന് പറയുമ്പോൾ, എന്നിട്ട് അത് അവന്റെ 10 വയസ്സുള്ള സഹോദരിക്കൂടെ കൊടുത്തു എന്ന് പറയുമ്പോൾ, ഇതങ്ങ് സംഭവിച്ചത് അങ്ങ് ആഫ്രിക്കയിലൊന്നും അല്ല, നമ്മുടെ കേരളത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. ആ കുഞ്ഞിന്റെ മൈൻഡ് എത്രത്തോളം ക്രിമിനൽ മൈൻഡ് സെറ്റപ്പിലേക്ക് ആ കുഞ്ഞി ചെറിയ പ്രായത്തിൽ വന്നു എന്ന് ആലോചിക്കണം. നമ്മുടെയൊക്കെ 12 വയസ്സിന്റെ സമയത്ത് ഒരു മിഠായി എവിടെ ഇരിക്കുന്ന എടുക്കാൻ നമുക്ക്, അല്ലെങ്കിൽ ഒരു 10 പൈസ പറയാതെ എടുക്കാൻ ഭയമാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അപ്പം ഇവിടെയൊക്കെ ഞാൻ പറയാം, ഈ പിശാച് അവന്റെ സർവശക്തിയും എടുത്തുകൊണ്ട് അവന്റെ സർവശക്തിയും എടുത്തുകൊണ്ട് അവൻ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമുക്ക് എന്ത് കഴിയുന്നു എന്നുള്ള, ഇപ്പൊ പ്രാർത്ഥിക്കുന്നവർ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് പ്രാർത്ഥനയോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കൂടി നമ്മൾ ചെയ്യണം. നിങ്ങളാരും കണ്ടായിരുന്നോ ന്യൂസ്? എറണാകുളംകാർ 2 പേരുണ്ടല്ലോ, 3 പേരുണ്ടല്ലോ, കണ്ടായിരുന്നോ? ഇന്നലെ ന്യൂസ് അറിഞ്ഞായിരുന്നോ? ഇല്ല. ഓക്കെ. ഹല്ലേലൂയ. ഇന്നലെ രാത്രിയില് എറണാകുളത്ത് മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിന്റെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ സംഭവിച്ച കാര്യം. കേരളത്തിൽ എറണാകുളം ഡിസ്ട്രിക്റ്റ് മാത്രമല്ല, ഇത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പോലീസ് ഓഫീസറിന്റെ ഇടയ്ക്ക് ഒരു വീഡിയോ അദ്ദേഹം ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ പോലും പുറത്തുനിന്ന് കുടിക്കുന്ന വെള്ളത്തിൽ പോലും, ജ്യൂസിലും വെള്ളത്തിലും മിഠായിലും അങ്ങനെ പലതിലും മയക്കുമരുന്ന് ഉൾപ്പെടുത്തി കുഞ്ഞുങ്ങൾക്ക് അത് കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ അതിലേക്ക് അഡിക്റ്റഡ് ആക്കി മാറ്റുന്നു. നമ്മൾ ജ്യൂസ് ഷോപ്പിലൊക്കെ ചെന്ന് പുള്ളി പറഞ്ഞത്, നമ്മൾ ജ്യൂസ് ഒക്കെ വാങ്ങുമ്പോൾ അവരുടെ നെഗത്തിന്റെ ഇടയിൽ ഒരു ചെറിയൊരു സംഭവം എന്തോ പൊടി പോലും, എന്നിട്ട് അതിങ്ങനെ പയ്യെ ഇങ്ങനെ ഗ്ലാസ് എടുക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ പയ്യെ ഒന്ന് താക്കത്തേ ഉള്ളൂ. ആ ഒരു ശകലം ഒരു അംശം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് അവര് അതിന് വേണ്ടിയിട്ട് പിന്നാലെ ചെല്ലുന്ന പോലെയാണ്. എത്രത്തോളം ഭയപ്പെടണം. നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ജ്യൂസ് വാങ്ങിച്ച് കുടിക്കാൻ പോലും ഭയപ്പെടേണ്ട കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടോ സിസ്റ്റർ എന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ രാത്രി നിങ്ങൾ അറിയിക്കഴിഞ്ഞാൽ പറഞ്ഞത്, നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, നിങ്ങൾ രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് ഇരുന്നോട്ടെ എന്ന്, അവർ നന്നായിട്ടിരിക്കണേ എന്നല്ല, അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ സാറിനോട് കൂടെ പോയപ്പോൾ രാത്രി 8:30 ആകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച പക്ഷെ അവിടേക്ക് ഒരൊറ്റ പോലീസ് ഓഫീസർ എത്തുന്നില്ല. അവർ വന്ന് ചെക്ക് ചെയ്യുന്നില്ല. അവരെ അങ്ങനെ വിൽക്കുന്നവരെയോ വാങ്ങുന്നവരെയോ പിടിക്കുന്നില്ല. എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? അവരവർ ഉത്തരവാദിത്വം ചെയ്യുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കണം ഈ ദിവസങ്ങളിൽ ഭരണാധികാരികൾക്ക്, രാജാക്കന്മാർക്ക്, ഉദ്യോഗസ്ഥർക്ക് റെസ്പോൺസിബിൾ ആകാൻ വേണ്ടിയിട്ട്. അവർ വാങ്ങുന്ന സാലറിയോട് അവർ കൂറ് കാണിക്കണം. അവർ ചെയ്യുന്ന ജോലിയോട് ഒരു ഉത്തരവാദിത്വം കാണിക്കണം. അവരുടെ ഹൃദയത്തെ ഇളക്കണം. അവരിയ്ക്കുന്ന കസേര ഇരുന്ന് ശമ്പളം മാത്രം വാങ്ങിയാൽ പോരാ. അവർ കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി, അവർ കാവൽ കാക്കാനായിട്ട് കാശ് വാങ്ങുന്നെങ്കിൽ കാവൽ കാക്കണം. നമ്മുടെ ഗവൺമെന്റ് ഓഫീസേഴ്സ് ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾ സ്കൂളിന്റെ പരിസരത്താണ് ഏറ്റവും കൂടുതൽ ചുറ്റിപ്പറ്റിയാണ് ഇതൊക്കെ. അവിടെയൊക്കെ അവര് പെട്രോളിംഗ് വെക്കണം. അവര് കണ്ടെത്താൻ ശ്രമിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. ഇവിടെ ഇതിൽ നിന്ന് എങ്ങോട്ടേക്ക് കുഞ്ഞുങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്? ഇത് ചെയ്തിട്ട് ഇത് കഴിച്ചു കഴിയുമ്പോഴാണ് ബോധം വരുമ്പോഴെ കിടന്ന് കരയുന്നെന്ന് പറയുന്ന കണക്ക് എല്ലാരെയും കൊല്ലാനും അക്രമം കാണിക്കാനും ഉപദ്രവിക്കാനും എന്ത് ദുഷ്ടത്തരം കാണിക്കാനും അവർ പാകപ്പെടുന്നു.
ഹല്ലേലൂയ. അതുപോലെ സിനിമയ്ക്ക് വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് യൂത്തിന്റെ ഇടയിൽ. ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയതിനെ കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയ നമുക്ക് കാണാം. മാർക്കോ എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ ഭയങ്കര അക്രമം ആസക്തമായ കൊലവിളിയുമായിട്ടുള്ള സിനിമയാന്ന് പറയുന്നത്. അങ്ങനെയുള്ള സിനിമകളൊക്കെ ഉണ്ടാകരുത്. ഹല്ലേലൂയ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ സിനിമയ്ക്കൊന്നും എതിരല്ല ഹല്ലേലൂയ. പക്ഷേ അതിന്റെ ഹല്ലേലൂയ നല്ല വശങ്ങൾ കാണിക്കുന്ന ഭാഗങ്ങൾ പലരെയും ഇതാക്കാൻ പറ്റുമെങ്കിലും, പക്ഷെ അക്രമങ്ങളും കൊലപാതകങ്ങളും മയക്കുമരുന്നും ഹല്ലേലൂയ മദ്യവും ഒക്കെ അതിന്റെ അതിപ്രസരം പലതും സിനിമയെ കണ്ടിട്ടാണ് പലരും പ്രവർത്തിച്ചത്. പണ്ട് നമുക്കറിയാവുന്ന ശക്തിമാൻ എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സീരിയൽ ഇറങ്ങിയപ്പോൾ അത് പല കുഞ്ഞുങ്ങളും ടെറസിന്റെ മുകളിൽ നിന്നെടുത്ത് ചാടി ശക്തിമാൻ വന്ന് കുടിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ? ഓർമ്മയുണ്ട് ആർക്കൊക്കെ? എന്റെയൊക്കെ കുഞ്ഞുനാളിലൊക്കെ കണ്ടതാണ്. അതൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങളുടെ തലയിലേക്ക് ഇതെങ്ങനെ കയറുന്നു, അതൊരു സിനിമ മാത്രമാണെന്നും അതിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്, അതിൽ അഭിനയിക്കുന്നവരൊക്കെ കാശ് വാങ്ങിച്ച് അഭിനയിക്കുന്നവരാണെന്നും ബോധമില്ല എന്ന്. എന്റെ സുബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. സരമസ് നേരത്തെ പറഞ്ഞു, യേശു കർത്താവിന്റെ മുമ്പിലേക്ക് പിശാച് വന്നിട്ട് പറഞ്ഞു, എന്നെ വീണ്ടും നമസ്കരിച്ച് കാണുന്നതെല്ലാം എന്റെ കയ്യിൽ, കാണുന്നതെല്ലാം നിനക്ക് തരാം. ദൈവത്തിന്റെ വചനം കൃത്യമായി ഭൂമി അതിന്റെ പൂർണ്ണത യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് പറയുമ്പോഴും അവൻ അവന്റെ ലോകത്തെ കാണിച്ചിട്ട് അവൻ പറഞ്ഞു, ഈ ലോകം എന്റെ കയ്യിലാണ്. ഈ ലോകത്തിലാണ് മനുഷ്യൻ നിയന്ത്രിക്കുന്ന സകലതും ഉള്ളത്. മനുഷ്യൻ എപ്പോഴും ലോകത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആയി ലോകത്തിന്റെ മോഹത്തിൽപ്പെട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത്, കാതുകൊണ്ട് കേൾക്കുന്നത്, നമ്മൾ തൊടുന്നത്, അനുഭവിക്കുന്നത്, മണക്കുന്നത്, ഇതെല്ലാം ലോകത്തിൽ നിന്ന് വരുന്നതാണ്. അവിടെയെല്ലാം അവന് ആൾക്കാരെ വശീകരിച്ച് അതിലേക്ക് ആക്കാൻ പറ്റും. പക്ഷെ ഈ ലോകം മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ഈ ലോകം സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത് ഈ ഭൂമിയിൽ തന്നെയാണെന്നുള്ളത്. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ വചനം പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മൾ രണ്ട് രാജ്യത്തിലാണ് നിൽക്കുന്നത്. ഈ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ രാജ്യത്തിൽ യുദ്ധമുണ്ട്. ഈ യുദ്ധം ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകാത്തതാണ് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണം. ഒരു ഡാർക്ക്നെസ് ഇവിടെ നിപ്പുണ്ട്. നമ്മുടെ എല്ലാം പിറകിൽ നമ്മൾ നിൽക്കുന്നിടത്തെല്ലാം ഒരു ഇരുട്ടിന്റെ ശക്തിയുണ്ട്. ഇരുട്ടിന്റെ ശക്തി ഏത് നിമിഷം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറും. കാരണം അവൻ ഇരുട്ടത്താ വർക്ക് ചെയ്യുന്നത്, നമ്മൾ കാണത്ത പോലുമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞപ്പോഴും ലൂട്ടാപ്പി പോലെ നമ്മുടെ മുമ്പ് നിൽക്കണം, നമുക്ക് തിരിച്ചറിയാം പിശാചാണ് വന്ന് നിൽക്കുന്നത്. അവനോട് എതിർത്ത് നിൽക്കണം, അല്ല അവന് വീട്ടിൽ കയറ്റാൻ പാടില്ലെന്നറിയാം. പക്ഷെ ഇവൻ അങ്ങനെയല്ലല്ലോ വരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് കാണത്തില്ല, പലപ്പോഴും കാണാത്തത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പൈശാചി ശക്തികൾക്ക് അടിമപ്പെട്ട് പോകുമ്പോൾ ഹല്ലേലൂയ ആ പൈശാചി ബന്ധനത്തിന് അടിമയായി കിടക്കുമ്പോഴും ഒക്കെ എന്താണ് സംഭവിക്കുന്നത് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. പല അക്രമങ്ങളും നടന്നതിന് ശേഷമാണ് ഹല്ലേലൂയ അയ്യോ അയ്യോ എന്നെല്ലാരും പറയാൻ നിൽക്കുന്നത്. ഇവിടെ എല്ലാത്തിനെ കാരണം എന്താന്ന് ചോദിച്ചാൽ ദൈവവചനം ഇന്നും പുസ്തക രൂപത്തിലും മൊബൈലിനകത്ത് ആപ്പായിട്ടും എല്ലാം നമ്മുടെ കയ്യിലുള്ളപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് വായിക്കാനോ പറഞ്ഞു കൊടുക്കാനോ പേരൻസ് അത് വായിക്കാനോ അവരെ അതനുസരിച്ച് ഗൈഡ് ചെയ്യാനോ ശ്രമിക്കുന്നില്ല. വിശ്വാസികളായ നമ്മളുടെ ഇടയിൽ പോലും എത്രയോ പേര് വചനം ഞായറാഴ്ച പള്ളിയിൽ നിന്ന് കൊണ്ടുവച്ചിട്ട് തിരിച്ചടുത്ത ഞായറാഴ്ച എടുത്ത് കൈ പിടിച്ചുകൊണ്ട് വരുന്നവരുണ്ടെന്നറിയോ? അതുപോലെ എത്രയോ വചനം നമ്മൾ കേൾക്കുന്ന നമ്മൾ ഗ്രഹിക്കുന്നുണ്ടോ? ഗ്രഹിക്കുന്ന ഇച്ചിരി കഴിയുമ്പോഴത്തെ നമ്മൾ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ഞായറാഴ്ച ചർച്ചിൽ എന്ത് വചന പ്രസംഗിച്ചെന്ന് ഇന്ന് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഇനി വ്യാഴാഴ്ച ആയിട്ടേ ഉള്ളൂ, വെള്ളിയാഴ്ച ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്ത ഞായറാഴ്ച അവിടെ ചെല്ലുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആണെന്ന് പറയാം. കഴിഞ്ഞ ആഴ്ച എന്താ പ്രസംഗിച്ചത് നമ്മൾ തപ്പും. കാരണം വെച്ചാൽ നമ്മൾ 100 വചനം കേട്ടിട്ടുണ്ടാവും. ഇതിനിടയിൽ ഏതാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് അതാണ് ബ്ലാങ്ക് ആയിട്ടിരിക്കും നമ്മൾ. ഹല്ലേലൂയ. ഇവിടെയാണ് നമുക്ക് സംഭവിക്കുന്ന പ്രശ്നം. നമ്മുടെ ഹൃദയത്തിലേക്ക് വിതയ്ക്കപ്പെട്ട വചനം ശത്രു വന്ന് എടുത്തോണ്ട് പോകുന്നു, അല്ലെങ്കിൽ വേരില്ലാതെ മുടങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ പലവിധ വിഷയങ്ങൾ അതിനെ ഞെരുക്കിക്കളയുന്നു. ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തു വെറുതെ വിധക്കാരന്റെ ഉപമ പറഞ്ഞതല്ല. അത് നമ്മുടെ നിത്യ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നമുക്ക് വേണ്ടുന്ന ആലോചന കത്തന അവിടെ നമ്മൾ ഹല്ലേലൂയ നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട വചനം 30, 60, 100 എന്ന് പറഞ്ഞാൽ അവർ 30, 60 അല്ല, അവിടെ 100 മേലിൽ തന്നെ വിളയുകയാണെങ്കിൽ അവനെ തൊടുവാനായിട്ട്, അവനെ ഹല്ലേലൂയ നാശത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ലോകത്തിൽ ഏതൊക്കെ ശക്തികൾ ശ്രമിച്ചാലും നടക്കത്തില്ല. ആമേൻ, സ്തോത്രം. കാരണം അവന്റെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ട വചനം അവിടെ ഫലപുഷ്ടമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനിടയ്ക്ക് അതിന് കൂടെ എന്തുകൊണ്ട് വിതച്ചാലും വചനത്തെ ഞെരുക്കിക്കളയാൻ സാധിക്കത്തില്ല.
ഇന്ന് ആമേ ആ ശത്രുവിന്റെ തന്ത്രത്തെ നമ്മൾ അതിനെ ഞെരുക്കിക്കളഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്ന ആമേ വേരില്ലാതെ ഉണക്കിക്കളയുന്ന അതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ദൈവത്തിന്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നും രാവിലെ നമ്മൾ കയറിയിരുന്ന് കുത്തിയിരുന്ന് അല്പസമയങ്ങളും വചനം പറയുന്നതിന്റെ കാരണവും എന്തുകൊണ്ടാന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് കേൾക്കുന്ന എത്ര പേരെങ്കിലും കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അതൊന്ന് സന്തോഷിപ്പിക്കുക മാത്രമല്ല, അത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വാക്കെങ്കിലും അവരുടെ ഹൃദയത്തെ സ്വാധീനിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ നിങ്ങളുടെ സുഹൃത്തുക്കളാണെങ്കിലും പരിചയക്കാരാണെങ്കിലും ആരാണെങ്കിലും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഡെയിലി ഒരു വാക്യമെങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ദൈവത്തിന്റെ വചനം അവർ ഉള്ളിൽ വിതയ്ക്കാൻ പറയണം. ഇന്ന് വചനമുള്ള കുഞ്ഞുങ്ങൾ പോലും പലവിധ ഭീതിയിലാണ്. ഞാൻ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു കുഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കാനുണ്ട്. അവരുടെ കന്നഡക്കാര്യത്തിൽ തന്നെയാണ്. അത് +2 എക്സാമിന് എഴുതുന്നതാണ്. അതിനൊക്കെ അവർക്കൊക്കെ ഭയമാണ്. ചിലപ്പോൾ കംപ്ലീറ്റ് ആ കൊച്ചൊക്കെ ആണെങ്കിൽ 10ാം ക്ലാസ് വരെ 95% മാർക്കൊക്കെ വാങ്ങിക്കൊണ്ട് കുഞ്ഞ് പെട്ടെന്ന് 11ാം ക്ലാസ് 12ാം ക്ലാസ്സിലേക്ക് എത്തപ്പോൾ 50-60 താഴെ ഇടയ്ക്ക് പെർസെൻറ്റേജിലേക്ക് പോയി. അത് ആകെപ്പാട് ഭയപ്പെട്ടു പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് എന്താ സംഭവിക്കുന്നത് മനസ്സിലാകുന്നില്ല. പഠിക്കാനിരിക്കും ബ്രെയിനൊക്കെ ബ്ലാങ്ക് ആയി പോകുന്ന പോലെ അത് പറയുന്നതാണ്. പക്ഷെ ആക്ച്വലി എവിടെയാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ചില പേരൻസ് കുഞ്ഞുങ്ങളെ ഇത് കാണുമ്പോൾ വഴക്ക് പറയും, ശകാരിക്കാൻ തുടങ്ങും, തല്ലാൻ തുടങ്ങും. അപ്പൊ അവരുടെ മനസ്സ് കൂടുതൽ സങ്കടത്തിലേക്ക് പോകും. അവര് ചിലപ്പോൾ ആത്മഹത്യ വരെ ചെയ്തെന്ന് വരും. അവർക്ക് എന്താ സംഭവിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. അവരുടെ ഉള്ളിൽ എവിടുന്ന് കടന്നുകൂടുന്ന ഭയം, അത് എവിടുന്ന് വന്നു തിരിച്ചറിയണം. ആ ഭയത്തെ പുറത്താക്കിയ വേണ്ടത്, അല്ലാതെ അവരെ ശകാരിക്കുക തല്ലിയ വേണ്ട ചെയ്യല്ല വേണ്ടുന്നത്. കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്താ സംഭവിക്കുന്നത്, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് തിരിച്ചറിയേണ്ടത് അവരവരുടെ പേരൻസ് ആണ്. നമ്മുടെ കുഞ്ഞിന്റെ സൗണ്ട് ഒന്ന് മാറിക്കാൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം അത് എന്തുകൊണ്ടാണ്. അവരെ ശകാരിക്കാനായിട്ടല്ല നമ്മൾ ശ്രമിക്കേണ്ടത് എല്ലാ സമയത്തും. അവരെ ചേർത്ത് നിർത്തണം. ചില സമയങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കണം. ഇന്ന് എങ്ങനെയൊക്കെയാണോ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ. കാരണം നാളത്തെ നമ്മുടെ ലോകത്തിന്റെ വാഗ്ദാനങ്ങളാണ് നമ്മുടെ തലമുറകൾ. അവരെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മൾ പറയുന്ന വലിയ വലിയ അഭിഷിക്തരായിട്ടും നല്ല ഭരണകർത്താക്കളായിട്ടും ഒക്കെ ഇരിക്കേണ്ട സ്ഥാനത്ത് അവരെ കാണാതിരിക്കാൻ വേണ്ടി, ഇരുത്താതിരിക്കാൻ വേണ്ടി പിശാച് പോരാടുന്നത്. അപ്പോൾ ആ തിരിച്ചറിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഓരോരുത്തരും നമ്മൾ എനിക്കറിയാം വിശ്വാസികളല്ലാത്തവർ പലരും ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വചനം വായിക്കാനായിട്ട് അവസരം ഉണ്ടാക്കുന്നത്. നിങ്ങൾ വചനം വായിക്കുക. വചനത്തിൽ നിന്ന് അവരെ പ്രബോധി വചനം ഒരിക്കലും വായിച്ചത് കൊണ്ടോ പഠിച്ചത് കൊണ്ടോ അതൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ദോഷം വരുത്തത്തില്ല, ഗുണമേ വരുത്തും. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെയൊക്കെ ഉള്ളിൽ ഇന്ന് പല കുഞ്ഞുങ്ങളും ഇന്ന് എക്സാമൊക്കെ എഴുതുന്ന കുഞ്ഞുങ്ങൾ പലരും ഭയത്തിലാണ്. അവരുടെ അകാരണമായ ഭീതി കയറുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ ഈ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചിലപ്പോൾ ചില കുറുക്കു വഴികളൊക്കെ ഉപയോഗിക്കുന്നത്. പലരും പറയാം ഇത് മതി, ധൈര്യം വരും, ഇതിച്ച് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും മയക്കുമരുന്നൊക്കെ അവർ ഉള്ളിലേക്ക് എത്താൻ കാരണം ഇതാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ശക്തമായി ഈ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക മാത്രമല്ല, നിങ്ങൾ അറിയുന്നവരോടൊക്കെ പറയണം. കുഞ്ഞുങ്ങൾക്ക് ഡെയിലി ഒരു വചനമെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ പറയണം. അവർ വചനം വെച്ച് വചനം കാണിച്ചവരെ കൺട്രോൾ ചെയ്യാൻ പറയണം. വചനം അവരുടെ കൂടെ ഉണ്ടെങ്കിൽ അവർ നേരെ വഴി തന്നെ നടക്കാനത്ത് ഒരു സംശയമില്ല. അനുഗ്രഹിക്കപ്പെട്ട വചന ദേവദാസി പറഞ്ഞു കഴിഞ്ഞ് എന്നാൽ ഞാൻ ഇത്രയും കൂടെ കൂട്ടിച്ചേർത്തു എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ അവരെ അതിനകത്ത് നിന്നുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറഞ്ഞ വചനത്തെല്ലാം ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.